മണി മാജിക്കിലേക്ക് സ്വാഗതം. നികുതിദായകരായ ദശലക്ഷക്കണക്കിന് ഭാരതീയരുടെ കണ്ണുകൾ ഇപ്പോൾ വരാനിരിക്കുന്ന 2026 കേന്ദ്ര ബജറ്റിലേക്കാണ് നീണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ അടിമുടി ബാധിക്കുന്ന ചില സുപ്രധാന മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന സൂചനകളാണ് ധനമന്ത്രാലയത്തിൽ നിന്നും പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും ശമ്പളക്കാരായ മധ്യവർഗത്തെയും വിവാഹിതരായ ദമ്പതികളെയും സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു മാറ്റത്തിന് ഈ ബജറ്റ് സാക്ഷ്യം വഹിച്ചേക്കാം. പണപ്പെരുപ്പവും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുന്ന കാലഘട്ടത്തിൽ നികുതി ഭാരം ലഘൂകരിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നിലവിലെ ഇന്ത്യൻ നികുതി നിയമം അനുസരിച്ച് വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും വ്യക്തിഗതമായിട്ടാണ് ഓരോരുത്തരും നികുതി കണക്കാക്കുന്നത്. എന്നാൽ 2026 ബജറ്റിൽ ജോയിന്റ് ടാക്സേഷൻ അഥവാ ദമ്പതികൾക്ക് ഒരുമിച്ച് നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സംവിധാനം സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നൽകിയ ഈ നിർദ്ദേശം നടപ്പിലായാൽ അത് രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ഗുണകരമാകും. പ്രത്യേകിച്ചും ഭർത്താവോ ഭാര്യയോ മാത്രം ജോലിയുള്ള കുടുംബങ്ങളിൽ ജോലിയില്ലാത്ത പങ്കാളിയുടെ നികുതി ഇളവുകൾ, അതായത് ബേസിക് എക്സംഷൻ ലിമിറ്റ്, നിലവിൽ ഉപയോഗശൂന്യമായി പോവുകയാണ്. പുതിയ രീതി വരുന്നതോടെ കുടുംബത്തെ ഒരു സാമ്പത്തിക യൂണിറ്റായി കണക്കാക്കുകയും ദമ്പതികളുടെ മൊത്തം വരുമാനത്തിന്മേൽ നികുതി നിശ്ചയിക്കുകയും ചെയ്യാം. ഇത് ഒരു വ്യക്തിക്ക് മാത്രം വരുമാനമുള്ള കുടുംബത്തിന്റെ മൊത്തം നികുതി ബാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. അമേരിക്ക, ജർമ്മനി തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ രീതി ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ അത് സ്ത്രീ ശാക്തീകരണത്തിനും കുടുംബങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും ഇടയാക്കും. ഉദാഹരണത്തിന്, ദമ്പതികളിൽ ഒരാൾക്ക് മാത്രം ഉയർന്ന വരുമാനമുണ്ടെങ്കിൽ അയാൾ ഉയർന്ന നികുതി സ്ലാബിൽ വരികയും പങ്കാളിക്ക് വരുമാനമില്ലാത്തതിനാൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നു. എന്നാൽ സംയുക്ത നികുതി വരുന്നതോടെ ഈ വരുമാനം രണ്ടുപേർക്കുമിടയിൽ വിഭജിക്കപ്പെടുന്നതായി കണക്കാക്കുകയും അതുവഴി നികുതി നിരക്ക് കുറഞ്ഞ സ്ലാബിലേക്ക് താഴുകയും ചെയ്യും. ഇത് കുടുംബത്തിന്റെ കൈവശമിരിക്കുന്ന ഡിസ്പോസിബിൾ ഇൻകം, അതായത് ചിലവാക്കാൻ സാധിക്കുന്ന പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ശമ്പളക്കാരായ മധ്യവർഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബ്രാക്കറ്റ് ക്രീപ്പ് എന്ന പ്രതിഭാസമാണ്. ശമ്പളം കൂടുമ്പോൾ സ്വാഭാവികമായും വ്യക്തികൾ ഉയർന്ന നികുതി സ്ലാബിലേക്ക് എത്തുന്നു. എന്നാൽ പണപ്പെരുപ്പം കാരണം സാധനങ്ങളുടെ വിലയും ജീവിത ചെലവും അതിവേഗം വർദ്ധിക്കുമ്പോൾ ശമ്പളം കൂടുമ്പോഴും യഥാർത്ഥത്തിൽ അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നില്ല. നിലവിൽ 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ 30% നികുതി നൽകേണ്ടതുണ്ട്. നികുതി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് ലഭിക്കുന്ന പ്രാരംഭ ശമ്പളം പോലും പലപ്പോഴും അവരെ ഉയർന്ന നികുതി സ്ലാബിലേക്ക് തള്ളിവിടുന്നു. ഇത് നികുതി എന്നത് ഒരു സംഭാവനയായി കാണുന്നതിന് പകരം ഒരു അനാവശ്യ ഭാരമായി കാണാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ 30% എന്ന ഉയർന്ന നികുതി സ്ലാബിന്റെ പരിധി 24 ലക്ഷത്തിൽ നിന്നും 35 ലക്ഷം രൂപയായി എങ്കിലും ഉയർത്തണമെന്ന ശക്തമായ ആവശ്യം നിലനിൽക്കുന്നുണ്ട്. ഉപഭോക്തൃ വില സൂചികയുമായി ബന്ധിപ്പിച്ച് നികുതി സ്ലാബുകൾ വർഷാവർഷം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. നികുതി സ്ലാബുകൾ പണപ്പെരുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുകയാണെങ്കിൽ മാത്രമേ സാധാരണക്കാരന് ശമ്പള വർധനവിന്റെ യഥാർത്ഥ ഗുണം അനുഭവിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം കടലാസിൽ മാത്രം വലിയ തുക കാണുകയും കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിത ചെലവുകൾ നേരിടാൻ കഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ തുടരുക തന്നെ ചെയ്യും. ഉയർന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത സർചാർജ് പരിധിയിൽ വരാനിരിക്കുന്ന മാറ്റമാണ്. നിലവിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് അധിക സർചാർജ് നൽകേണ്ടി വരുന്നുണ്ട്. സംയുക്ത നികുതി സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ ഈ പരിധി 75 ലക്ഷം രൂപയോ അതിലധികമോ ആയി ഉയർത്താൻ സാധ്യതയുണ്ട്. ഇത് ഉയർന്ന വരുമാനമുള്ള പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസമാകും. നികുതി ഭാരം കുറയുന്നത് പരോക്ഷമായി സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുമ്പോൾ അത് ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. ഇത് ചരക്ക് സേവന നികുതി വഴിയുള്ള സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഭവന വായ്പ പലിശയിലെ ഇളവുകൾ, മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവയിൽ നിലവിലുള്ള പരിധികൾ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, വീട് വാങ്ങുന്നതിനുള്ള വായ്പയുടെ പലിശയിന്മേൽ ലഭിക്കുന്ന 2 ലക്ഷം രൂപയുടെ കിഴിവ് വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചതാണ്. ഇന്നത്തെ വസ്തുവിന്റെയും വായ്പാ പലിശ നിരക്കും വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും അപര്യാപ്തമാണ്. ഇത്തരം പരിധികൾ ഉയർത്തുന്നത് മധ്യവർഗത്തിന് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടുതൽ ഊർജം നൽകും. ഈ പുതിയ പരിഷ്കാരങ്ങൾ കേവലം ശമ്പളക്കാരെ മാത്രമല്ല, വിരമിച്ചവരെയും സ്വയം തൊഴിൽ ചെയ്യുന്നവരെയും ഒരുപോലെ സഹായിക്കും. പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകൾക്കിടയിൽ നികുതി ഇളവുകൾ ലഭിക്കുന്നത് വലിയ ആശ്വാസമാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ലാഭത്തിൻ്റെ 1/3 നികുതിയായി നൽകേണ്ടി വരുന്നത് അവരുടെ ബിസിനസ് വളർച്ചയെ ബാധിക്കുന്നുണ്ട്. നികുതി സ്ലാബുകൾ ഉയരുന്നതോടെ ഈ തുക ബിസിനസ്സിൽ തന്നെ പുനർനിക്ഷേപം നടത്താൻ അവർക്ക് സാധിക്കും. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും കാരണമാവും.
നികുതി സമ്പ്രദായം കൂടുതൽ ലളിതമാക്കുകയും നികുതിദായകരെ ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നികുതി അടയ്ക്കാൻ കൂടുതൽ സുഗമമാക്കുന്നതിലൂടെ നിയമപരമായ തർക്കങ്ങൾ കുറയ്ക്കാനും കൃത്യമായി നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സാധിക്കും. കേവലം വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിലുപരി സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു സാമൂഹിക ഉപകരണമായി നികുതിയെ മാറ്റുക എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെ കാതൽ. ചുരുക്കി പറയുകയാണെങ്കിൽ 2026 ബജറ്റ് ഇന്ത്യയുടെ നികുതി ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. കുടുംബങ്ങളെ ഒരു സാമ്പത്തിക ഏകകമായി കാണുന്ന സംയുക്ത നികുതി രീതിയും പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്ലാബ് പരിഷ്കാരവും നടപ്പിലായാൽ അത് നവഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമാക്കും. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഈ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. രാജ്യത്തിന്റെ പുരോഗതിയിൽ ഓരോ പൗരനും അഭിമാനത്തോടെ പങ്കാളികളാകാൻ ഇത്തരം നികുതി സൗഹൃദമായ മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.